ഹായ് ഹലോ നമസ്കാരം. ഇന്ന് 2026 ജനുവരി 1-ാം തീയതി. 2025 നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചല്ലേ. നമ്മൾ പ്രതീക്ഷിച്ചും പ്രതീക്ഷിക്കാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ. ഈ 2026 അതൊക്കെ മാറ്റിവെച്ച് നമുക്ക് പുതിയ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു വർഷമാണ്. 2025 ഞാൻ പഠിച്ച കുറേ പാഠങ്ങളും ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും ആവർത്തിക്കത്തില്ല എന്ന് തീരുമാനിക്കുന്ന കുറേ തീരുമാനങ്ങളുമാണ് ഈ വീഡിയോയിൽ. ഒന്നാമത്തെ കാര്യം, സേ നോ. നമ്മുടെ എനർജി വേസ്റ്റ് ആക്കുന്ന, നമ്മുടെ സമയം നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അതിനോടൊക്കെ നമുക്ക് നോ പറയാൻ പറ്റണം. മറ്റുള്ളവരോട് നോ പറയുന്നത് കൊണ്ട് അവരെ ഇൻസൾട്ട് ചെയ്യുകയല്ല, നമ്മുടെ സെൽഫ് റെസ്പെക്റ്റാണ് നമ്മളോട് ഉയർത്തിക്കാട്ടുന്നത്. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, നമ്മുടെ സമയം വേസ്റ്റ് ആക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ എനർജി വേസ്റ്റ് ആക്കുന്ന കാര്യങ്ങൾ, അതിന് നമുക്ക് നോ പറയാം 2026. അടുത്തതായിട്ട് മെൻ്റൽ മാസ്റ്റുർബേഷൻ. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും പ്ലാൻ ഇടും, ആ പ്ലാൻ നമ്മുടെ മനസ്സിലിട്ട് അതെങ്ങനെ സക്സസ് ആയി അതിൻ്റെ ഈൽഡ് ചെയ്യുന്നത്, അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നത് നമ്മൾ സ്വപ്നം കാണും. നമ്മളത് ചെയ്യാനുള്ള എനർജിയാണ് നമ്മൾ വേസ്റ്റ് ആക്കുന്നത്. സോ നോ മോർ മെൻ്റൽ മാസ്റ്റുർബേഷൻ ഇൻ 2026. നമ്മുടെ തോട്ട്സ് അല്ല, നമ്മുടെ ആക്ഷൻസ് ആണ് നമുക്ക് ക്ലാരിറ്റി കൊണ്ടുതരുന്നത്. നോ മോർ മെൻ്റൽ മാസ്റ്റുർബേഷൻ ഇൻ 2020. അടുത്തതായി വേണ്ടത് സ്റ്റാർട്ട് കണ്ടന്റ് ക്രിയേഷൻ. നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, നിങ്ങളൊരു ബിസിനസ്മാൻ ആയിക്കോട്ടെ, എന്തായാലും കണ്ടന്റ് ക്രിയേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ എല്ലാം മാറ്റിമറിക്കാൻ കണ്ടന്റ് ക്രിയേഷൻ കൊണ്ട് പറ്റും. സ്റ്റാർട്ട് കണ്ടന്റ് ക്രിയേഷൻ ഇൻ 2026. അടുത്തതായി വേണ്ടത് ഫോക്കസ് ഇൻ വൺ തിങ്. സോ ഞാൻ 2025 ഒരുപാട് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തു. ചില കാര്യങ്ങൾ സക്സസ് ആയി, പക്ഷേ എനിക്ക് 100% പലതും എത്തിക്കാൻ സാധിച്ചില്ല. എന്നാൽ 2026 നമുക്ക് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാം. 2027 ജനുവരി 1-ാം തീയതി നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്തത് അതിൽ സക്സസ് ആവാൻ ശ്രമിക്കാം. ഡോണ്ട് ഫോക്കസ് ഇൻ മെനി തിങ്സ്, ഫോക്കസ് ഇൻ വൺ തിങ് ആൻഡ് അച്ചീവ് ഇറ്റ്. 2026 ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്താണ്. ഹെൽത്ത് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ഹെൽത്തിന് പിന്നാലെ പോയാൽ മാത്രമേ നമുക്ക് സക്സസ്സും നമ്മുടെ പ്ലാൻസും ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 2026 ഒരു മെയിൻ ഗോള് നമ്മുടെ ഹെൽത്ത് തന്നെ ആവട്ടെ. 2026 എല്ലാ ദിവസവും വീഡിയോ ഇടുന്നത് ഞാൻ പറയുന്നില്ല, പക്ഷെ മാസത്തിൽ 4 വീഡിയോ, അതാണ് എൻ്റെ എയിം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതല്ല, ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആയിട്ടും ഫോക്കസ്ഡ് ആയും ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ സന്തോഷപൂർണ്ണമായും നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിക്കുന്ന ഒരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്കും ഒപ്പം കൂടാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ഒപ്പം നമുക്ക് യാത്ര ചെയ്യാം.